നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ബോളിവുഡ് താരം സൽമാൻ ഖാനെ വധിക്കാൻ പദ്ധതിയിട്ടെന്ന കേസിൽ 5 പേർക്കെതിരെ കൂടുതൽ ഗുരുതരമായ വിവരങ്ങൾ അടങ്ങിയ പുതിയ കുറ്റപത്രം സമർപ്പിച്ച് നവി മുംബൈ പോലീസ്. ഏപ്രിൽ 14-ന് സൽമാൻ ഖാന്റെ വീടിന് നേരെ നടന്ന വെടിവയ്പിൽ നിന്നായിരുന്നു പോലീസ് അന്വേഷണം ആരംഭിച്ചത്. അന്വേഷണം മുന്നോട്ടു പോകവേ ലോറൻസ് ബിഷ്ണോയിയുടെ ഗുണ്ടാ സംഘമാണ് വെടിവയ്പ്പിന് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. പിടിയിലായവർ 25 ലക്ഷം രൂപയ്ക്കാണ് താരത്തെ വധിക്കാൻ പദ്ധതിയിട്ടതെന്നും ഇതിനായി അത്യാധുനിക ആയുധങ്ങളടക്കം വാങ്ങാൻ പദ്ധതിയിട്ടെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. ഇതിനായി തുർക്കി, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ ആയുധ ഡീലർമാർ അടക്കമുള്ളവരുമായി പ്രതികൾ ബന്ധപ്പെട്ടു. താരത്തെ വധിക്കാൻ പദ്ധതിയിട്ടതിന് നിലവിൽ 17 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ ലോറൻസ് ബിഷ്ണോയിയുടെ സഹോദരൻ അൻമോൾ ബിഷ്ണോയിയും ഉൾപ്പെടും. നിലവിൽ അഹമ്മദാബാദിലെ സബർമതി ജയിലിൽ തടവിലാണ് ലോറൻസ് ബിഷ്ണോയി. എന്നാൽ ഇവിടെ നിന്നും ലോറൻസ് തന്റെ സംഘത്തിന് സജീവമായി നിർദ്ദേശങ്ങൾ നൽകാറുണ്ടെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. സൽമാന്റെ വീടിന് നേരെ വെടിയുതിർത്ത സംഭവത്തിൽ കൃഷ്ണമൃഗത്തെ വേട്ടയാടിയതിലുള്ള അമർഷമാണ് ആക്രമണത്തിനും വധഭീഷണിക്കും പിന്നിലെന്ന് മെയ് 14-ന് പങ്കുവച്ച വീഡിയോയിൽ ബിഷ്ണോയുടെ സഹോദരൻ അറിയിച്ചിരുന്നു. 1998-ലെ കൃഷ്ണമൃഗത്തെ വേട്ടയാടിയ കേസിൽ സൽമാൻ ഖാൻ വ്യക്തിപരമായി മാപ്പ് പറഞ്ഞാൽ അദ്ദേഹത്തോട് ക്ഷമിക്കുന്നത് പരിഗണിക്കാമെന്ന് ഓൾ ഇന്ത്യ ബിഷ്ണോയ് സൊസൈറ്റി പ്രസിഡന്റ് ദേവേന്ദ്ര ബുദിയ പറഞ്ഞിരുന്നു.